AB's ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വാക്യൂം ക്ലീനർ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ഞാൻ നേരത്തെ കഴിഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് വാ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കൂടെ കിട്ടിയ സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ ഇതാണ് അതിൻ്റെ മെയിൻ ബോഡി എന്ന് പറയുന്നത്. അതിന് ശേഷം വരുന്നത് ഇതൊരു പാട്ടാണ്, ഇതൊരു പാട്ട്. ഇതെന്തൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ കാണുന്ന ഒരു ഇതിലേക്ക് ജോയിൻ ചെയ്ത് വെക്കുക. ഓക്കെ, ഇതങ്ങനെ ജോയിൻ ചെയ്തു. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇങ്ങോട്ട് തിരിക്കുക, അതായത് ഇങ്ങോട്ട് തിരിക്കുക. അപ്പോൾ അത് ലോക്കായിരുന്നു. അതിനുശേഷം ഇതും അതേപോലെ തന്നെ ഇതും ജസ്റ്റ് ഒന്ന് കയറ്റി വയ്ക്കുക. അപ്പോൾ തന്നെ ലോക്കായിരുന്നുണ്ട്. ഈ സ്ഥലത്താണ് നമുക്ക് ഈ ഒരു പൈപ്പ് ജസ്റ്റ് ജോയിൻ ചെയ്ത് വെക്കേണ്ടത്. ഈ ഒരു പൈപ്പും അതിൻ്റെ കൂടെ തന്നെയുള്ള എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഇത് രണ്ടും നമുക്ക് ജോയിൻ ചെയ്ത് വെക്കാൻ പറ്റും. ഇത് രണ്ടും ജോയിൻ ചെയ്ത് വെക്കുമ്പോൾ ഇത് സ്റ്റീൽ പൈപ്പാണ് വരുന്നത്. ഇത് ജോയിൻ ചെയ്ത് വെക്കുമ്പോൾ ലെങ്ത് ഇത്രയും തന്നെ കിട്ടുന്നു. അതിനുശേഷം ഇത് ഇവിടെ ഇങ്ങനെ കയറ്റി വയ്ക്കുക. അപ്പോൾ അത് ഇത്രയും ലെങ്ത്. അതിനുശേഷം വരുന്നത് ഈ ഒരു പാട്ടാണ്. ഇത് നമ്മുടെ നില ഇങ്ങനെ ചെയ്യാനായിട്ട് അതിൻ്റെ വീഡിയോ ഞങ്ങൾ അത് നേരെ ഈ ഒരു രീതിയിലായിട്ട് ചെയ്യുക. ഇതിങ്ങനെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇത് വളയും. ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ബാക്ക്. അതിന് ശേഷം ഇത് ഊരുക. അതിന് ശേഷം വരുന്ന പാട്ട് ഇതാണ്. ഈ ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറാലയൊക്കെ തൂക്കാനായിട്ടും ഫാനിൻ്റെ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഇത് പിന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം മൊത്തം ലെങ്ത്ത് ഇത്രയും വരുന്നുണ്ട്. ഇത്രമാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഓക്കെ, ഇതെല്ലാം ഇനി ഊരാം. ഇത് പഴയതുപോലെ വെക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇതിലോട്ടൊന്ന് അടിക്കുക. ഇതും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതുകൂടാതെ തന്നെ ഇതൊന്ന് ഊരാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ വെക്കണ സാധനമാണ്. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
മാറാലയൊക്കെ തൂക്കാനായിട്ട് ഇതും കൊണ്ട് പറ്റും. അതുകൂടാതെ ബ്രഷ് വെച്ച് ഫാനൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് വേണമെങ്കിൽ ജോയിൻ ചെയ്ത് തിരിച്ച് വയ്ക്കുകയും ചെയ്യാം, ഊരാനും പറ്റും. അതിന് ശേഷം വരുന്നത് ഈ ഒരു പാർട്ടാണ്. ഈ ഒരു ബോക്സിനുള്ളിൽ വരുന്നത് ഒരു ബ്രഷായിട്ടുള്ളൊരിതുണ്ട്. ആ ബ്രഷ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അതിൻ്റെ അടുത്തത് വരുന്നത് ഈ ഒരു ഇതാണ്. ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫയിലൊക്കെ ഇങ്ങനെ ചെയ്യാനൊക്കെ ആയിട്ട്, സോഫയുടെ ഇടയിൽ ബെഡ് അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടാണ്. ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ജോയിൻ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കാനായിട്ടാണ്. ഇതൊക്കെയാണ് മൂല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇനി വരുന്നത് ഈ ഒരു പാർട്ടാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഊരുക, വയ്ക്കുക. അതിന് ശേഷം നേരെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ വയറ് വരുന്നത്. ഇത് ഈ ഒരു ഇവിടെ ആയിട്ട് വെക്കാനായിട്ട് ഇതൊരു ഹോളുണ്ട്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോവറാണ്. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിന് ശേഷം ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പൊടിയൊക്കെ വലിച്ചെടുക്കുന്നതിന് പകരം പുഷ് ചെയ്ത് പുറത്തേട്ട് കളയുന്നു. ബ്ലോവറിൻ്റെ ഫങ്ഷൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ ഫങ്ഷൻ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഊരുന്നു. അതിൻ്റെ കോഡ് വരുന്നത് ഇതാണ്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കയറി പൊക്കോളും. പിന്നെ ഓൺ ഓഫ് ബട്ടണാണ് ഇവിടെ വരുന്നത്. പിന്നെ അതിന് ശേഷം വരുന്നത് സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളൊരു സ്വിച്ച്. ഇതാണ് മാക്സിമം, ഇത് മിനിമം. അതുകൂടാതെ തന്നെ ഇത് വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അതായത് ഇതിൻ്റെ ഉള്ളിലത്തെ ഡസ്റ്റ് ക്യാരി ചെയ്തിരിക്കുന്ന ബാഗ് ഫുള്ളാകുമ്പോൾ ഇവിടെ ഒരു റെഡ് കളർ ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തും. ഓക്കെ, അതിന് ശേഷം വരുന്നത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം തന്നെ ഇതിങ്ങനെ ഒന്ന് വഹിച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡസ്റ്റ് ക്യാരി ചെയ്തിരിക്കുന്ന ബാഗാണിത്. ഇതിൻ്റെ ഉള്ളിലായിരിക്കും സ്റ്റോർ ആവുക ഡസ്റ്റ്. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ ഊരിക്കഴിഞ്ഞ് കൊട്ട് ചെയ്ത് ഇത് ക്ലീൻ ചെയ്ത് കളയാൻ പറ്റും. അതേപോലെ തന്നെ തിരിച്ച് നമുക്ക് വെക്കുകയും ചെയ്യാം. അത് മാത്രമല്ല ഇത് വാഷ് ചെയ്യാൻ പറ്റും. വെക്കുമ്പോൾ താഴത്തെ സ്ഥലം താഴത്തേട്ട് തന്നെ വന്ന രീതിയിൽ വെക്കണം. അതിന് മുമ്പ് തന്നെ ഇവിടെ ഈ ഒരു ടൈപ്പ് ഇതിൻ്റെ ഉള്ളിൽ മെഷീൻ്റെ മോട്ടറിലായിട്ട് പൊടി കയറാതിരിക്കാനായിട്ടൊരു ഷീൽഡ് വരുന്നുണ്ട്. ഇവിടെയും ഒരു ഷീൽഡ് ഉണ്ട്. അപ്പോൾ അത് കുറേ കഴിയുമ്പോഴത്തേനും പൊടിയൊക്കെ കയറുമ്പോഴത്തേനും അത് മാറ്റി ഇത് വെക്കാം. ഈ ഒരു പാർട്ടെല്ലാം നമുക്ക് സ്പെയർ ആയിട്ട് മേടിക്കാനും കിട്ടും. ഇനി ഇത് വെക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആരോ മാർക്ക് ഇവിടെ ഒന്നും വരുന്നുണ്ട്. അതിന് ശേഷം അത് ഈ ഒരു ഗ്യാപ്പിലായിട്ട് കയറ്റി വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഗ്യാപ്പിലായിട്ട് കയറ്റി വെച്ചിട്ട് ഇതതിൻ്റെ മുകളിൽ ലോക്കായിട്ട് ഇടുക. ജസ്റ്റ് ഇത്രയും വയ്ക്കുന്നു. അതിനുശേഷം അടയ്ക്കുന്നു. ഇത്രയാണ് ഇതിൻ്റെ ഫങ്ഷൻ വരുന്നത്. ശേഷം വരുന്നത് ഇതിൻ്റെ യൂസർ മാനുവലാണ്. പിന്നെ അതിൻ്റെ വാറണ്ടി കാർഡും പിന്നെ ഒരു സഞ്ചിയും തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 7500 രൂപയാണ്. അതുകൂടാതെ ഇതിൻ്റെ കമ്പനി പാനാസോണിക്കിൻ്റെ മോഡൽ നമ്പർ MCCG304 എന്നുള്ളതാണ്. ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടാൻ മറക്കരുത്. അതുകൂടാതെ തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിയുന്നത് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.